സമ്മതിച്ചോളൂ. ഞാനേ ഈ പരിപാടി ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല, കുറേ ആയി. സാധാ പെറ്റി കേസ് പോലെ തന്നെ കുറച്ച് ഫോർമാലിറ്റീസ് തീർത്ത് ഇവിടെ നിന്ന് പോകാന്നുള്ള വിചാരം ഉണ്ടെങ്കിൽ അത് നീ നിന്റെ മനസ്സിൽ തന്നെ വെച്ചാൽ മതി. ഒരു ജീവൻ വെച്ചുള്ള കളിയാണ്. ആ പയ്യന്റെ വീട്ടുകാർ രാവുന്ന പകർന്നില്ലാതെ നീ എനിക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നാളെ നിന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ നീ എന്തായിരിക്കും പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ എന്തൊക്കെ കഥകൾ ഉണ്ടാക്കിയാലും സത്യം ഞാൻ പുറത്തു കൊണ്ടുവരാതിരിക്കത്തില്ല. 10:47 അർജുൻ അവസാനമായിട്ട് ആളുകൾ ജീവനോടെ കണ്ടു എന്ന് പറയപ്പെടുന്ന MG റോട്ടിലൊരു ബാർ. CCTVയിൽ മെയിൻ എക്സിറ്റിലൂടെ ഇറങ്ങുന്ന അർജുന്റെ പുറകിലായിട്ട് നിന്നെ കാണാം. അർജുന്റെ ബൈക്ക് ബാറിന് തൊട്ടടുത്തുള്ള ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ, താക്കോൽ ഉൾപ്പെടെ. കായലിൽ നിന്ന് കിട്ടിയ അർജുന്റെ ചോര പുരണ്ട ചെരുപ്പ്, ഫോറൻസിക് എവിഡൻസ്. പിന്നെ നിന്റെ കഥയിലെ നിനക്ക് തന്നെ വിനയായ ഒരു സ്റ്റേറ്റ്മെന്റ്. ബാറിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് നീ നേരെ പോയിരിക്കുന്നത് വീട്ടിലേക്കാണെന്നല്ലേ പറഞ്ഞത്. കോൾ റെക്കോർഡ്സ് എന്തായാലും കള്ളം പറയാൻ പോകുന്നില്ല. 11:15 നിനക്ക് വന്നൊരു അൺഎക്സ്പെക്റ്റഡ് കോൾ. അത് ഞങ്ങൾക്ക് നീ ആ സമയം കായലിന്റെ ഏരിയയിൽ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. 11:47 നീ അതേ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചൊരു 15 മിനിറ്റോളം സംസാരിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ അവനെ കസ്റ്റഡിയിലെടുക്കും. ഇനി പറ. 10:47 11:40 ഇടയിൽ എന്താണ് സംഭവിച്ചത്? പറയില്ല. സാരമില്ല, നിനക്ക് ഈ ഒരു രാത്രി മുഴുവനുണ്ട്. പക്ഷെ നീ ഒരു കാര്യം ആലോചിച്ചു, നീ മിണ്ടാതിരിക്കുന്ന ഓരോ സെക്കൻഡും നീ നിന്നെ തന്നെ മൂടാൻ വേണ്ടി വെട്ടുന്ന കുഴിയാണെന്നുള്ളത്.